ഹലോ ഹായ് കുടുംബങ്ങളെ. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് 5 മണിക്ക് തന്നെ എണീറ്റിട്ട് പ്രെയർ ചെയ്യണം. കണ്ണൻ്റെ അടുത്ത് കുറച്ച് നേരം പ്രെയർ ചെയ്യും, ഒരു 5 മിനിറ്റ്സ് പൂക്കളർപ്പിച്ചിട്ട് പ്രെയർ ചെയ്യും. അതിനുശേഷം കുറച്ച് മെഡിറ്റേഷനും നിർവ്വാണ അഷ്ടകവും വെച്ചിട്ട് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛൻ കോൾ ചെയ്തത്. വീട്ടിൽ നാടൻ മീൻ മറ്റേ പുഴമീൻ കിട്ടിയിട്ടുണ്ട് അത്ര, പച്ചമീൻ പുഴയിൽ നിന്ന് പിടിക്കില്ലേ, അങ്ങനത്തെ നാടൻ ഫിഷ് വാങ്ങിയിട്ടുണ്ട് അത്ര. അപ്പോൾ ഇന്ന് അത് വാങ്ങാൻ പോകണമെന്നാണ് മെയിൻ പണിക്കുള്ള. അതിന് സ്കൂളിൽ ആക്കിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. കേശുവിന് രാവിലെ തന്നെ പൊട്ടാറ്റോ ഫ്രൈ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ചാറ്റോട്ടെ, എന്നിട്ട് മീനൊക്കെ കാണിച്ചു തരാം. ബൈ. അങ്ങനെ വെയിൽ കണ്ടപ്പോൾ ഞങ്ങൾ പതുക്കെ സ്കൂട്ടി എടുത്തിട്ട് ട്രാവലിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പെട്ടെന്നായിരുന്നു മഴ, കോട്ടും എടുത്തിട്ടുണ്ടായില്ല, പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ പെട്ടു ഗൈസ്. എന്നിട്ട് കുറേ നേരം പെട്രോൾ പമ്പിൽ നിന്നു. എന്നിട്ട് പെട്രോൾ പമ്പിലുള്ള പയ്യനടുത്തൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും മഴ ഭയങ്കര അമരമായി. എന്നിട്ട് ഞങ്ങൾ നേരെ മഴ തോരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു ഗൈസ്. കുറേ നേരം നിന്നു. മഴ പോകണതേ ഇല്ല, പെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ നേരെ അപ്പുറത്തുള്ള കടയിൽ രവിയേട്ടൻ്റെ കടയിൽ പോയി 2 കോട്ടും വാങ്ങി, മഞ്ഞപ്പൂതും ചുവപ്പ് പൂതും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്നു. എന്നിട്ട് പിന്നെയും പെട്രോൾ പമ്പിൻ്റെ അവിടെ കോട്ടിട്ടിട്ട് വന്നു. വീണ്ടും ചെറുപറാന്ന് മഴ. മഴക്കാലമായ എല്ലാവരും കോട്ടെടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങുക, ഇല്ലെങ്കിൽ പണി കിട്ടും. ഇതേപോലെ ഏതെങ്കിലും പെട്രോൾ പമ്പിലോ ഏതെങ്കിലും കടൻ്റെ ഫ്രണ്ടിലോ ഇങ്ങനെ നട്ടയും തിരിഞ്ഞിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കോട്ടെടുത്തിട്ട് പോകുക വെളിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ ഗ്രോ ബാഗിൽ പച്ചമുളക് തൈയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മഴയത്ത് വിട്ടു. അങ്ങനെ മഴയത്ത് വിട്ടപ്പോൾ വരുന്ന വഴിക്ക് ഞാനൊരു ചുവപ്പ് പൂതും വേട്ട ഒരു മഞ്ഞ പൂതും ആയി കേസ്. പുഷ്പ ചേച്ചേ ചേച്ചേ, പുഷ്പ ചേച്ചേ, രാജേട്ടനില്ലേ? രാജേട്ടനില്ലേ പുഷ്പ ചേച്ചേ? എനിക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ്. ഞാൻ കുറച്ചെടുത്തിട്ട് നിങ്ങൾ ഇവിടെ എത്തി പറഞ്ഞപ്പോൾ കളയുന്നത് കളയാന്നിട്ട്. അങ്ങനെ മഴയത്തൊക്കെ പെട്ട് ഞങ്ങൾ ഇരപ്പായി, ആകെ ചള കുളമായി. പിന്നെ ചിറ്റലഞ്ചേരിയിലെ രവിയേട്ടൻ്റെ കടയിൽ കയറിയിട്ട് 2 റെയിൻ കോട്ട് വാങ്ങിച്ചു. എന്നിട്ട് പതുക്കെ ഇട്ടിട്ട് പൊടി മഴയത്ത് ഇങ്ങനെ ഒന്ന് പാടമൊക്കെ ഫ്രണ്ടിൽ പാടമൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഗൈസ്, അമ്മ മീൻ പിടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, മുട്ടയുണ്ട് ഗൈസ്. അമ്മ വാങ്ങിയ മുട്ടയാണ്. എന്തിനാ മാത്രം മുട്ട? അതെയാ, ശരി ശരി. അപ്പോൾ ഗൈസ് മീൻ നല്ല നാടൻ പുഴമീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സൂപ്പർ പുഴമീൻ. കുറേ കാലമായിട്ട് അതൊക്കെ കഴിച്ചിട്ട്, പണ്ട് കാലത്ത് കഴിച്ചതാണ്. ഇപ്പോൾ ഇതൊക്കെ കിട്ടണം. അച്ഛൻ മീൻ പിടിക്കുന്നതിൻ്റെ അടുത്ത് വാങ്ങിയതാണ് ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല നാടൻ കുട്ടിപ്പരലാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വയ്ക്കും. കുറച്ച് പഴം, മത്തങ്ങ, പിന്നെന്താ ഇതൊക്കെ ഉണ്ട്. വീട്ടിൽ വന്ന് നമ്മൾ അടുക്കളയൊക്കെ അങ്ങനെ പരതണം. എന്തൊക്കെ തൂക്കാൻ പറ്റിയ നോക്കട്ടെ. അപ്പം അങ്ങനെ വീട്ടിൽ ഷോക്കേസ് നോക്കിയാൽ എൻ്റെ മെമ്മറീസാണ്. ഇതിൽ ഞാൻ പാട്ടിന് ഫസ്റ്റ് വാങ്ങിയ പ്രൈസ് ഇതൊക്കെ ഞാൻ വാങ്ങിയതല്ല, ഇതൊക്കെ എൻ്റെ മരുമകൻ വാങ്ങിയതാണ്. ഞാൻ വാങ്ങിയത് ഇതുമായിരിക്കും ഒന്ന്. പിന്നെ ഉള്ളി പാട്ടിന് വാങ്ങിയതാണ് കേട്ടോ, ഒപ്പുറത്തോലും ഇത്. അങ്ങനെ എൻ്റെ റൂമ് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നപ്പോൾ, മീൻസ് എൻ്റെ 25 വയസ്സ് വരെ 23 വയസ്സ് വരെ ജീവിച്ചപ്പോൾ എൻ്റെ റൂം ഇതായിരുന്നു. അപ്പോൾ എൻ്റെ പഴയ ബുക്സുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇത് കുറച്ചൊക്കെ ഏട്ടൻ്റെ ബുക്കാണ്, ചിലതൊക്കെ എൻ്റെ ബുക്കാണ്.
പിന്നെ ഞാൻ പഠിച്ച ബുക്കുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ കളഞ്ഞിട്ടില്ല, എല്ലാം ഭദ്രമായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന കാലം തൊട്ടുള്ള എൻ്റെ ബുക്സുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നോസ്റ്റു വരും, അപ്പം ഞാൻ ഇതിനെയൊക്കെ എടുത്തിട്ട് നോക്കും. ഇതൊക്കെ ഞങ്ങൾ വായിച്ച് തീർത്ത ബുക്കുകളാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ഓണപ്പതിപ്പ്, പിന്നെ ഇത് ഹിസ്റ്ററീൻ്റെ ഞങ്ങൾ പഠിച്ച PGയും ഡിഗ്രിയൊക്കെ ഞാൻ ഹിസ്റ്ററി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ബുക്സുകളുണ്ട്. പിന്നെ അത്യാവശ്യം സാഹിത്യം വായനയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കാൻ വാങ്ങിയ ബുക്സുകൾ ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ, ഏകാന്തതയുടെ 100 വർഷങ്ങൾ, പിന്നെ കുറേ അങ്ങനെ ഉണ്ട് കുറേ ബുക്സുകൾ. പിന്നെ ഞങ്ങൾ പഠിച്ച ബുക്സൊക്കെയാണ്, മാക്സിമം പഠിച്ച ബുക്കുകളൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ സ്പ്രേ, ക്രീം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴത്തെ ഫ്ലോറിൽ വന്ന അച്ഛൻ്റെ പഴയ ഫോട്ടോ, അച്ഛനും അമ്മയുടെ കല്യാണ ഫോട്ടോ, ഏട്ടൻ്റെ പഴയ ഫോട്ടോ, പിന്നെ എൻ്റെ ഏട്ടൻ്റെ കല്യാണ ഫോട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ നേരെ വന്നത് വലിയച്ഛനെ കാണാനാണ്. വലിയച്ഛനെ കണ്ടിട്ട് ഫിഷ് കറിയൊക്കെ കൊടുത്തിട്ട് നാട്ടിൽ കൂടെ വരുമ്പോൾ നമ്മുടെ നാടൻ ഫ്ലവേഴ്സ് അത് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നാട്ടുവഴി കൂടെ അങ്ങനെ വരുമായിരുന്നു. ഏട്ടൻ മുന്നിൽ പോയി. നമ്മൾ വീട്ടിൽ വന്ന് അങ്ങനെയാണല്ലോ, കുറേ നേരം നമ്മുടെ കുടുംബക്കാരൻ്റെ അടുത്ത് നാട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിച്ച് നിൽക്കും. പുരുഷന്മാർക്ക് അത്രയ്ക്ക് ക്ഷമയുണ്ടാവില്ല, അവരിട്ടിട്ട് പോവും. നമ്മളപ്പോൾ പിന്നാലെ ഫോളോ ചെയ്ത് പോവുക ഏട്ടനെ. അപ്പോഴേക്കും നല്ല സീനറി ആയിരുന്നു. ഫ്രണ്ടിൽ കുളമാതിരി ഉണ്ടായിരുന്നു ഇത് പാടമൊക്കെ. അപ്പോൾ നമ്മൾ പാടത്തിൻ്റെ സൈഡിലൊക്കെ ഇത്തിരി നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഏട്ടയ്ക്ക് തീരെ ക്ഷമയില്ല. ഏട്ടൻ നേരെ ഓടി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ പപ്പായ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ വീട്ടിലത്തെ പപ്പായ, അത് തിന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് വീട്ടിലുള്ള എല്ലാ തിങ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ആലത്തൂർ വന്നു. ആലത്തൂർ വന്നിട്ട് ഹോർട്ടിക്കൾച്ചറിൽ വന്നിട്ട് കുറച്ച് ചെടി വാങ്ങി, 2 തെങ്ങും തൈ വാങ്ങി, ഒരു പ്ലാവും തൈ വാങ്ങി, ഒരു ചാമ്പക്ക തൈ വാങ്ങി. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു. വിയറ്റ്നാം മെർലിൻ്റെ പ്ലാവാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ നമ്മുടെ വണ്ടി ഒരു പറക്കം തെളിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു മിനി കാറിൽ കൊള്ളുന്ന സാധനങ്ങളൊക്കെ കൂടെ ചേർത്തിട്ട് ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പറക്കം തെളി പോലെ പോവും. കൂടിയ കാലത്തിൻ്റെ ഉള്ളിൽ ഒരു കാർ വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കില്ല. നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് നമ്മൾ ഇതിലൊക്കെ പോവുള്ളൂ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് കുത്തി കയറ്റിയിട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എത്ര പേരുണ്ട് എന്നെ പോലെ നോക്കുക. പെൺമക്കളുള്ള എല്ലാവരും ഏകദേശം അങ്ങനെയായിരിക്കും ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടി കാണാൻ തന്നെ ഒരു പച്ചപ്പും തുകിലും പുകിലും ഒക്കെ ആയിട്ട് നല്ല ചേലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് മുളക് തൈയും വഴുതിനങ്ങ തൈയും ഇതൊക്കെ എന്താണ് കാന്താരി മുളക് തൈയും അതൊക്കെ പർച്ചേസ് ചെയ്ത് ഗൈസ്. മഴക്കാലയിലെ ചെടിയൊക്കെ നടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുറച്ച് തൈ വാങ്ങി. എല്ലാത്തിനും കെട്ടിന് 30 രൂപ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അങ്ങനെ ഞങ്ങൾ വിത്ത് വാങ്ങാനാണ് പോയത്, വിത്തും ഗ്രോ ബാഗും വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് വിത്തും ഗ്രോ ബാഗൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അങ്ങനെ വണ്ടിയിൽ തിരിച്ച് വരികയാണ് ഗൈസ്. മൊത്തത്തിലൊരു പറക്കം തളിയായിട്ടുണ്ട് കയ്യിൽ. അങ്ങനെ പൊടിമഴയത്ത് ഞങ്ങൾ നനഞ്ഞിട്ട് ഇങ്ങനെ വരികയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ ചിറ്റഞ്ചേരിയിലുള്ള ഒരു പച്ചക്കറി കടയ്ക്ക് വന്നു. എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം വാങ്ങി. അങ്ങനെ കടക്കാരനെ ഒരു ജസ്റ്റ് പ്രാങ്ക് ചെയ്തു. എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇത്രയും പച്ചക്കറിയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് തക്കാളി, ഉള്ളി, ഇഞ്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം എടുത്തു തന്നു. ലാസ്റ്റ് ഞാൻ വെറുതെ പറഞ്ഞു എന്താണ് 2 യാഥാസും കൂടെ എന്ന്. അപ്പോൾ ആൾ ഞെട്ടി, എന്നിട്ട് ചിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഞാൻ എപ്പോഴും ബൈക്കിൻ്റെ പുറകിലിരിക്കുമ്പോൾ പാട്ട് പാടും, എന്തെങ്കിലുമൊക്കെ പാട്ട് പാടും. അപ്പോൾ അങ്ങനെ പാട്ട് പാടിയിട്ട് ഇങ്ങനെ പാട്ടും പാടി യാത്രയായി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ഫിഷ് കാണിച്ചു കൊടുത്തിട്ട് ഏട്ടൻ്റെ അപ്പൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് നോക്കാം. അപ്പ 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 വാങ്ങിയത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരലൊക്കെ നേരെയാക്കിയിട്ടുണ്ട്. നേരെയാക്കി ക്ലീൻ ചെയ്തിട്ട് കാക്കയ്ക്ക് കുറച്ചൊക്കെ കൊടുത്തു. കാക്ക സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.